ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ പപ്പിയെ ശകാരിക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തിയ വിഷ്ണു സത്യഭാമയെ തടയുന്നു. അമ്മേ, കൊച്ചു കുട്ടിയല്ലേ ഇവള് എന്ന് ചോദിച്ച് വിഷ്ണു സത്യാമ്മയുടെ ഇടയിൽ കയറുമ്പോ സത്യഭാമ എല്ലാവരെയും ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, കൊച്ചു കുട്ടിയാണ് പോലും, എന്നിട്ടാണോ ഇങ്ങനത്തെ പണിയെല്ലാം കാണിച്ചു വെച്ചത്? എല്ലാവരും ഇങ്ങനെ ഏതു നേരവും കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നോ? അതുകൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടിയത്? എല്ലാവരോടുമായി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി പപ്പിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഞാനായിരിക്കും. ആ തീരുമാനം എല്ലാവരും അങ്ങ് അനുസരിച്ചാൽ മതി എന്ന് സത്യഭാമ എല്ലാവരെയും അറിയിച്ചു. അത് കേട്ടതും ആകെ വിഷമത്തോടെ എല്ലാവരും നോക്കുകയും ശ്യാമയും രോഹിത്തും എല്ലാവരും പരസ്പരം നോക്കി. ആ നിമിഷം, പപ്പി ഇനി വന്നേ, നാളെ മുതല് നീ എന്ത് ചെയ്യുന്ന ഞാൻ പറയും എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് സത്യഭാമയെ പപ്പിയെ അരികിലേക്ക് വിളിപ്പിച്ചു. അതെ, നിന്റെ കൂടെ വന്ന ആ ഫ്രണ്ടിന്റെ പേരെന്താ, ഏതാ അവള് എന്ന് ചോദിച്ചപ്പോ പേടി കൊണ്ട് പപ്പി പറഞ്ഞു, സത്യ. സത്യ അവളുടെ പേരിന് ഒട്ടും ചേരത്തില്ലാത്ത ഒരു പ്രവൃത്തിയും എന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമ ദേഷ്യപ്പെടുമ്പോ രാഘവൻ നായർ പറഞ്ഞു, ഓ ഭാമേ, നീ ആ പേരിനെ കളിയാക്കുകയൊന്നും വേണ്ട, നിന്റെ പേരെന്താണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കെന്ന് പറയുമ്പോ രാഘവൻ നായരോട് സത്യഭാമ പറഞ്ഞു, അതെ, എന്റെ പേരിന് ചേരുന്ന പ്രവൃത്തികളാണ് ഞാൻ ചെയ്യാറുള്ളത് എന്ന് സത്യഭാമ രാഘവൻ നായരോട് ദേഷ്യപ്പെടുമ്പോ സത്യഭാമയെ രാഘവൻ നായർ കുറ്റപ്പെടുത്തി പറഞ്ഞു, എന്റെ ഭാമേ, ഒരു കൊച്ചുകുട്ടിയല്ലേ, അവളെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, അതെ, കൊച്ചുകുട്ടിയാ, അവൾ വളർന്നു വരുമ്പോഴുണ്ടല്ലോ ലോകത്തെ ഏറ്റവും വലിയ ഒരു ഫ്രോഡായിട്ട് മാറും അവള്, നോക്കിക്കോ എന്ന് സത്യഭാമ സത്യയെക്കുറിച്ച് കുറ്റം പറയുമ്പോ അതെല്ലാം കേട്ടു നിൽക്കുന്ന ശ്യാമ മനസ്സിൽ പറഞ്ഞു, സത്യാമേ, അത് നിങ്ങളുടെ മകന്റെ ചോര തന്നെയാണ്, നിങ്ങളുടെ മകന്റെ കുട്ടി, നിങ്ങളുടെ ചോര. ഒരിക്കൽ ഈ സത്യം അറിയുമ്പോ നിങ്ങൾ ഇപ്പോ ആ കുട്ടിയെക്കുറിച്ച് പഠിച്ചതൊക്കെ ഇത്തരം അപവാദങ്ങളും ഇത്തരം പാഴ്വാക്കുകളും ഒക്കെ പറഞ്ഞതിന്റെ പേരിൽ സ്വയം നിങ്ങൾ തന്നെ കുറ്റപ്പെടുത്തുകയും പശ്ചാത്തപിക്കുകയും ചെയ്യും സത്യാമേ എന്ന് ശ്യാമ മനസ്സിൽ പറഞ്ഞു. അപ്പോഴും സത്യഭാമ പപ്പിയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളത്തോടെ നിന്റെ എല്ലാ ഇത്തരം നീക്കങ്ങളും ഞാൻ അവസാനിപ്പിക്കും. ഇനി മേലാൽ നീ സത്യയെ കാണാൻ പോകുന്നില്ല, നീയോ സത്യയോ പരസ്പരം കാണാനുള്ള ഒരവസരവും ഞാൻ ഉണ്ടാക്കില്ല. നിന്റെ 7 അയലത്ത് പോലും അവളെ ഞാൻ ഇനി അടുപ്പിക്കില്ല എന്ന് സത്യഭാമ ദേഷ്യത്തോടെ പപ്പിയോട് പറഞ്ഞു. അത് കേട്ടതും സത്യഭാമയോട് പപ്പി പറഞ്ഞു, സത്യാമ്മേ, ഇനി ഞാൻ ഒന്നും ചെയ്യില്ല സത്യാമ്മേ, ഞാൻ ഇനി എങ്ങും പോവുകയുമില്ല, ഞാൻ എല്ലാം അനുസരിച്ചോളാം സത്യാമ്മേ, എന്നോട് ഞാനിനി വേറെ ഒന്നും ചെയ്യില്ല സത്യാമ്മേ, ഇങ്ങനെ തെറ്റൊന്നും ഞാൻ ഇനി ചെയ്യത്തില്ല എന്ന് വിഷമത്തോടെ പപ്പി പറയുമ്പോ സത്യഭാമ പറഞ്ഞു, ഇനി നീ വേറൊന്നും പറയണ്ട, നീ ഇനി കൂടുതലൊന്നും പറയണ്ട, എന്താ വേണ്ടെന്ന് എനിക്കറിയാം, ഇതോടെ നിന്റെ പഠിത്തമൊക്കെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് സത്യഭാമ പറയുമ്പോ ഉടനെ തന്നെ വിഷ്ണു പറഞ്ഞു, അമ്മ എന്തൊക്കെയാ പറയുന്നത്, അമ്മ എന്തൊക്കെയാ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ച് വിഷ്ണു ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോ ഉടനെ വിഷ്ണുവിനോട് സത്യഭാമ പറഞ്ഞു, അതെ, നീ ഇനി എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട, എന്നെ ഉപദേശിക്കാനുള്ള ആളായിട്ടും ഇല്ല, നിന്നേക്കായാലുവേ കുറെ ഓണം കൂടുതൽ ഉണ്ടവളാണ് ഞാൻ എന്ന് സത്യഭാമ വിഷ്ണുവിനെ താക്കീത് ചെയ്യുമ്പോ ഇത് കേട്ടെന്ന രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, ഓണം കൂടുതലുണ്ട് എന്ന് പറഞ്ഞാലും പ്രായമേറെ ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും വിവരത്തിന് അതൊരിക്കലും ബാധകമല്ല, അല്ലെങ്കിൽ വിവരവും നീ പ്രായത്തിന്റെ കണക്കും വെച്ച് ഒരിക്കലും നമുക്ക് അളക്കാൻ കഴിയില്ല. പിന്നെ നീ ഇപ്പൊ പറഞ്ഞതുപോലെ നീ പ്രായം കൂടുതലുണ്ടെന്ന് പറഞ്ഞ് ബോധവും കൂടി വേണം, ലോക പരിചയം കൂടി വേണം എന്ന് രാഘവൻ നായർ സത്യഭാമയെ ഒന്ന് വിമർശിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോ സത്യഭാമ പറഞ്ഞു, നിങ്ങളൊന്നും കൂടുതൽ പറയണ്ട രാഘവേട്ട, എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചു, ഇനി മുതൽ ഇവൾ സ്കൂളിലേക്ക് എങ്ങും പോകുന്നില്ല, ഇതോടെ ഇവളുടെ പഠിത്തം നിർത്തി എന്ന് സത്യഭാമ പറയുമ്പോ ഉടനെ പപ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സത്യാമ്മേ, അച്ഛമ്മേ, എനിക്ക് പഠിക്കണം, എനിക്ക് സ്കൂളിൽ പോകണം, എനിക്ക് പഠിക്കണം, എന്നെ സ്കൂളിൽ വിടണം സത്യാമ്മേ, അച്ഛമ്മേ, എന്നെ സ്കൂളിൽ വിടണേ എന്ന് പറഞ്ഞ് പപ്പി കരയുന്നത് കേട്ട് വിഷ്ണു വേഗം പപ്പിയെ ചേർത്ത് പിടിച്ച്, അമ്മ എന്തൊക്കെയാ പറയുന്നത് എന്ന് സത്യഭാമയോട് ചോദിച്ചു. ഉടനെ അത് കേട്ടിരുന്ന രോഹിത് സത്യാമ്മയോട് പറഞ്ഞു, സത്യാമ്മേ, മോളുടെ പഠിത്തം വേണ്ടെന്ന് വെക്കല്ലേ സത്യാമ്മേ, മോളെ പഠിക്കാൻ വിടണം സത്യാമ്മേ എന്ന് രോഹിത് ആവശ്യപ്പെടുമ്പോ സത്യഭാമ പറഞ്ഞു, രോഹിത്തെ, നിനക്കറിയാമോ, ഇവൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവോ? ഇപ്പോ ഇവള് ചെയ്ത് കണ്ടില്ലേ എന്ന് ചോദിച്ച് സത്യഭാമ രോഹിത്തിനോട് നേരെ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ശ്യാമ അരികിലേക്ക് വന്ന് പറഞ്ഞു, സത്യാമ്മേ, മോള് എന്ന് പറഞ്ഞ് സത്യഭാമയോട് ശ്യാമ സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ശ്യാമയെ താക്കീത് ചെയ്ത് സത്യഭാമ ചോദിച്ചു, നിനക്ക് ഇത് അഭിപ്രായം തന്നെയാണോടി? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞത് അങ്ങ് അനുസരിച്ചാ മതി, ഈ സത്യഭാമ പറയുന്ന അനുസരിച്ചാ മതി, ഇവന്മാരെയൊക്കെ ഇത്രയൊക്കെ പഠിപ്പിച്ച് ഇത്രയൊക്കെ വളർത്തി ഇത്രയും ആക്കാൻ കഴിയുമെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം എനിക്കറിയാം എന്ന് സത്യഭാമ രാഘവൻ നായരോടും രോഹിത്തിനോടും ഒക്കെ പറഞ്ഞു.
അതിനുശേഷം പപ്പിയുടെ അരികിലേക്ക് ശ്യാമ എത്തിയതും നീ കുട്ടിയെ വിളിച്ചോണ്ട് പോടി എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യത്തോടെ ശ്യാമയോട് പറഞ്ഞു. അത് കേട്ടതും ശ്യാമ ആകെ വിഷമത്തോടെ മോളെ വിളിച്ചോണ്ട് മോള് വാ അമ്മ പറയാം. അപ്പോഴേക്കും പപ്പിയോട് ശ്യാമ അങ്ങനെ സമാധാനപ്പെടുത്തി കൊണ്ടുപോകാനൊരുങ്ങുമ്പോൾ പപ്പി ശ്യാമയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ അച്ഛമ്മയോട് പറയമ്മേ, എന്നെ സ്കൂളിൽ വിടണമെന്ന് പറയമ്മേ, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞ് പപ്പി സങ്കടപ്പെട്ടു. അത് കേട്ട ഉടനെ ശ്യാമ പറഞ്ഞു, മോള് വാ ഞാൻ പറയാം എന്ന് പറഞ്ഞ് ശ്യാമയെ മോളെ സമാധാനപ്പെടുത്തി കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ സത്യഭാമ രോഹിത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ ഭാര്യയ്ക്ക് അതൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും നീ ചെന്ന് ഒന്ന് പറഞ്ഞേക്ക്, ഇവിടെ സത്യഭാമയുടെ തീരുമാനമേ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് രോഹിത്തിനോട് സത്യഭാമ അറിയിച്ചതും രോഹിത്ത് ഒന്നും മിണ്ടാതെ വേഗം ശ്യാമയുടെ പിന്നാലെ രോഹിത്തും റൂമിലേക്ക് പോയി. ഈ കാഴ്ച കണ്ട് വിഷ്ണു ദേഷ്യത്തോടെ ചോദിച്ചു, അമ്മ ഇത് എന്ന് പറഞ്ഞ് വിഷ്ണു പറയാനൊരുങ്ങുമ്പോഴേക്കും സത്യഭാമ വിഷ്ണുവിനെ തടഞ്ഞു. വിഷ്ണു വേണ്ട, ഇനി കൂടുതലൊന്നും പറയണ്ട. ഇവിടെ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെ നടപ്പിലാവൂ, അതിനപ്പുറം ആരും ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. ആകെ സങ്കടപ്പെട്ടുകൊണ്ട് വിഷ്ണു അവിടെ ഇരിക്കുമ്പോൾ രാഘവൻ നായർ വിഷ്ണുവിനോട് പറഞ്ഞു, എടാ മോനെ, ഒരിക്കലും നന്നാവില്ല, എത്ര പറഞ്ഞാലും നന്നാവില്ല എന്ന് പറഞ്ഞ് രാഘവൻ നായരും സത്യഭാമയുടെ ആ സ്വഭാവത്തെ ഒട്ടും ഇഷ്ടപ്പെടാതെ ദേഷ്യത്തോടെ വിഷ്ണുവിനോട് സംസാരിച്ചു. അതേസമയം ശാരദാമ്മയുടെ വീട്ടിൽ ശാലിനി കുഞ്ഞിനെ തല്ലിയതോർത്ത് ആകെ വിഷമത്തോടെ അക്കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നിൽക്കുന്നു. ആ നിമിഷം ശാലിനിയുടെ മനസ്സിലാകെ മോളെ താൻ ഉപദ്രവിച്ചത് ശരിയായില്ല എന്നുള്ള കുറ്റബോധം ശാലിനിയെ അലട്ടി. ശാലിനി തന്റെ കൈവിരലിലേക്ക് നോക്കുകയും ആ കൈ കൊണ്ടാണല്ലോ ഞാൻ എന്റെ മോളെ തല്ലിയത് എന്നോർത്ത് ശാലിനി വല്ലാതെ വേദനിച്ചു. അന്ന് കാട്ടിൽ നിന്ന് സത്യമോളെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് പപ്പിയുടെ ചേച്ചിയമ്മയുടെ ചിത്രം വരയ്ക്കാനായിട്ട് ആർട്ടിസ്റ്റ് അങ്കിളിനെ തേടി വന്നതാണ് എന്ന ആ നിഷ്കളങ്കമായ മനസ്സിൽ നിന്നുള്ള മറുപടി കേട്ട് അതിന് കുറ്റക്കാരി താനാണല്ലോ, എന്നിട്ടും താൻ കുഞ്ഞിനെ ശിക്ഷിച്ചല്ലോ എന്നുള്ള കുറ്റബോധം ശാലിനിയുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. അതുകൊണ്ട് ഉറങ്ങാനാകാതെ താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് വിഷമത്തോടെ ശാലിനി നിൽക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് മകളുടെ മനസ്സ് തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് ശാരദാമ്മ വേഗം അവിടേക്ക് എത്തി. ശാലിനി ഉറങ്ങാതെ തന്റെ കയ്യിലേക്ക് നോക്കി ആകെ കുറ്റബോധത്തോടെ നിൽക്കുന്നത് കണ്ട് ശാരദാമ്മ അരികിലേക്ക് എത്തി എടി മോളെ എന്ന് വിളിച്ചു. ശാലിനി അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ശാരദാമ്മ ശാലിനിയെ സമാധാനിപ്പിച്ചു. മോളെ നീ സങ്കടപ്പെടാതെ എന്ന് പറയുമ്പോൾ ശാലിനി ചോദിച്ചു, അമ്മേ ഞാൻ ചെയ്തത് തെറ്റായി പോയോ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറഞ്ഞു, എടി മോളെ നീ തെറ്റ് ചെയ്തു എന്ന് എങ്ങനെ പറയാൻ കഴിയും? കാരണം ഇപ്പോഴും അത് തിരുത്താൻ കഴിയുന്ന സംഭവം മാത്രമാണ്, അത് തിരുത്താവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ പിന്നെ അത് തെറ്റാണെന്ന് എങ്ങനെ പറയാൻ പറ്റും മോളെ? ഇനി മോളെ, എൻ്റെ മോള് ഒന്ന് ആലോചിക്കണം. ഇന്ന് കുട്ടികൾ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അതിന് കാരണക്കാരി എൻ്റെ മോള് മാത്രമല്ലേ? അത് നീ തന്നെയല്ലേ അതിന് ഉത്തരവാദി? നീ ഒന്ന് മനസ്സിരുത്തിയൊന്ന് ആലോചിച്ച് നോക്കുമോളെ. ഇനിയെങ്കിലും ഈ പ്രശ്നത്തിന് നീ മനസ്സ് വെച്ചാൽ തീരാവുന്ന പരിഹാരമേ ഉള്ളൂ. എത്ര തവണ അമ്മ മോളെ ഉപദേശിച്ചതാണ്. ഇനിയെങ്കിലും എൻ്റെ പൊന്നുമോള് അതൊന്ന് തിരിച്ചറിയേ. എല്ലാവർക്കും അവരവരുടെ ജീവിതം വേണ്ടേ? എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകണ്ടേ? നീ പറഞ്ഞതുപോലെ ഇപ്പതാ രോഹിത് ശ്യാമയും പപ്പിമോളോടൊപ്പം സുഖമായി ജീവിക്കുകയല്ലേ? അവരൊരു കുടുംബം പോലെ ജീവിക്കണം. അങ്ങനെ അവർ ജീവിച്ചോട്ടെ. അതുകൊണ്ട് മോള് ഇനിയെങ്കിലും സത്യമോളെയും കൂട്ടിക്കൊണ്ട് സത്യാമ്മയുടെ മുന്നിലേക്ക് ചെല്ലണം. വിഷ്ണുവിനുണ്ടായ കുഞ്ഞാണ് സത്യമോളെന്നും വിഷ്ണുവിന്റെ ചോരയാണ് ആ കുഞ്ഞെന്നുമുള്ള സത്യഭാമയെ അറിയിക്കണം. സത്യാമ്മ കാര്യം അറിയുന്നതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ഇനി അഥവാ ആകാശം ഇടിഞ്ഞ് വീണാലും ശരി മോളെ, അതൊന്നും എന്നാണെങ്കിലും അത് സംഭവിക്കേണ്ടതല്ലേ? അതിന് നമ്മൾ മനുഷ്യർ വിചാരിച്ചാൽ അതിന് താങ്ങു കൊടുത്ത് നിർത്താനാവില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് ഒന്ന് മനസ്സിലെത്തി ഒന്ന് ആലോചിക്ക്. നാളെ രാവിലത്തേക്ക് ഒരു തീരുമാനത്തിലെത്ത്. നാളെ രാവിലെ മോള് സത്യമോളെയും കൂട്ടി സത്യാമ്മയുടെ വീട്ടിലേക്ക് ചെന്ന് സത്യങ്ങൾ മോൾ അവിടെ അറിയിക്കണം. വിഷ്ണുവിന് ഒരു ജീവിതം വേണം മോളെ. സത്യക്ക് അവളുടെ അച്ഛനെ വേണം. എൻ്റെ മോൾക്ക് ഒരു സന്തോഷകരമായ ജീവിതം വേണം. അതിനുവേണ്ടിയാണ് അമ്മ പറയുന്നത്. എൻ്റെ പൊന്നുമോള് അമ്മയെ അനുസരിക്ക് എന്ന് പറഞ്ഞ് ശാരദാമ്മ കൈകൂപ്പി ശാലിനിയോട് നാളെ തന്നെ സത്യാമ്മയുടെ വീട്ടിലേക്ക് പോകണമെന്നും സത്യാമ്മയോട് എല്ലാ സത്യങ്ങളും രാവിലെ ചെന്ന് സത്യാമ്മയോട് പറയണമെന്നും ശാലിനിയോട് ശാരദാമ്മ ആവശ്യപ്പെടുന്നു. എല്ലാം കേട്ട ശാലിനി മറുപടി ഒന്നും പറയാതെ, ശാരദാമ്മയുടെ വാക്കനുസരിക്കാമെന്ന് പോലും പറയാതെ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് സമ്മതിച്ചുകൊണ്ട് ശാലിനി അവിടെ നിൽക്കുമ്പോൾ ശാരദാമ്മ പറഞ്ഞു, മോളെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ട് സമാധാനത്തോടെ കിടക്ക്. നാളെ രാവിലെ നല്ലൊരു തീരുമാനമെടുത്ത് മോള് സത്യാമ്മയ്ക്ക് അരികിലേക്ക് പോകൂ എന്ന് പറഞ്ഞ് ശാരദാമ്മ അവിടെ നിന്നിറങ്ങി. ആ നിമിഷം ശാലിനിയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അന്ന് സത്യഭാമ വിഷ്ണുവിനോട് ചോദിച്ച ആ കാര്യമായിരുന്നു. ആ ശബ്ദം
ഇനി മേലാൽ നീ ശാലിനിയെ കാണില്ല എന്ന് ഈ നിമിഷം എനിക്ക് ശപഥം ചെയ്തു തരണം. അങ്ങനെ എൻ്റെ വാക്ക് ധിക്കരിച്ച് നീ ശാലിനിയെ കണ്ടാൽ ആ നിമിഷം ഈ സത്യഭാമയുടെ മരണമാണ് എന്ന് സത്യഭാമ ശാലിനിയെ വെല്ലുവിളിച്ച കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ശാലിനി വേദനയോടെ ഇരുന്നു. അതിനുശേഷം അന്ന് അവിടെ ആ ഹോട്ടലിന്റെ വാർഷികത്തിന് ശാലിനിയുടെ കാറിന് പിന്നാലെ വിഷ്ണു ഓടി വന്നതും അവസാനം കളക്ടറേറ്റിലേക്ക് ശാലിനിയെ കാണാനായി വിഷ്ണു ഓടിയെത്തിയപ്പോൾ അവിടെ തന്റെ കൂട്ടുകാരിയെ നിർത്തി വിഷ്ണുവിനെ തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞയച്ചതും പിന്നീട് ശാലിനിയുടെ വീട്ടിലേക്ക് ശാരദാമ്മയുടെ വീട്ടിലേക്ക് ശാലിനി അവിടെ എത്തിച്ചേർന്നു എന്നറിഞ്ഞത് സന്തോഷത്തിൽ വിഷ്ണു ഓടിയെത്തുമ്പോൾ ശാലിനിയുടെ കണ്ണിൽ പെടാതെ മാറി നിന്നതും പിന്നീട് വിഷ്ണുവിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനെക്കുറിച്ചും പലപ്പോഴും വിഷ്ണുവിന് മുഖം കൊടുക്കാതെ ഒഴിഞ്ഞു നിൽക്കുന്നതിനെക്കുറിച്ചും തന്റെ കൂട്ടുകാരി തന്നെ ഉപദേശിച്ചതും തന്നെ പോലെ നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നും നീ തന്നെയാണ് നിന്റെ ജീവിതം നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന തന്റെ കൂട്ടുകാരിയുടെ ആ ഉപദേശവുമൊക്കെ ശാലിനി ഓർത്തുകൊണ്ട് ആകെ വേദനയോടെ കണ്ണടച്ച് അല്പനേരത്തേക്ക് സങ്കടത്തോടെ നിന്നു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ സത്യാമ്മ ഹോട്ടലിലെയും ഓഫീസിലെയും മറ്റു ഓഫീസിലെയും ഒക്കെ കണക്കുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് അതിലെ ഓരോ കണക്കുകളും കൃത്യമായി പിള്ളേച്ചനോട് അന്വേഷിച്ചു. അതിൽ എല്ലാ ജോലിക്കാർക്കൊക്കെ ടാക്സ് അടച്ചതിന്റെ ആ തുക കണ്ടതോടെ സത്യാമ്മ ചോദിച്ചു, ഇത്രയും തുകയോ എന്ന് ചോദിച്ചതും അത് എല്ലാ സ്ഥാപനത്തിലെയും കൂടിയാണ് സത്യാമ്മേ, അതിന്റെ ഡീറ്റെയിൽസ് താഴെ ഏതൊക്കെ സ്ഥാപനങ്ങളിലേക്കാണ് എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട് സത്യാമ്മേ എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ അത് നോക്കി. അപ്പോഴാണ് ശ്യാമയും പപ്പിയും സന്തോഷത്തോടെ പപ്പിയെ യൂണിഫോം ഒക്കെ അണിയിച്ച് സ്കൂളിൽ പോകുന്നതിന് വേണ്ടി റെഡിയാക്കി താഴേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. സത്യാമ്മ പപ്പിയെ കണ്ടതും ഒട്ടും ഇഷ്ടപ്പെടാതെ സത്യാമ്മ മുഖം തിരിച്ച് വേഗം പിള്ളേച്ചനോട് ചോദിച്ചു, അല്ല പിള്ളേ, ഇതിങ്ങനെ ഇങ്ങനെ തുക മാത്രം എഴുതി വെച്ചാൽ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും വേണ്ട ഇതിനകത്ത് ഏത് സ്ഥാപനമാണെന്ന് മാത്രമല്ലേ എഴുതിയിട്ടുള്ളൂ, ആ സ്ഥാപനങ്ങളിലേക്ക് എത്ര തുകയാ മാറ്റിയെന്ന് മാത്രം ഇതിൽ എഴുതിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പിള്ളാച്ചൻ പറഞ്ഞു, അതിന് സത്യമേ എല്ലാ മാസവും ഒരേ തുകയാണ്, അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് എഴുതണ്ടല്ലോ എന്ന് കരുതി എന്ന് പിള്ളേച്ചൻ പറയുമ്പോൾ സത്യഭാമ ദേഷ്യത്തോടെ ആ ബുക്ക് പഠിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, അത് ശരി, എല്ലാ മാസവും ഒരേ തുകയാണെന്ന് പറഞ്ഞ് എന്നാ പിന്നെ എന്നെ ഈ തുകയൊന്നും കൊണ്ടൊന്ന് കാണിക്കേണ്ടതില്ലല്ലോ. അങ്ങനെ ദേഷ്യപ്പെട്ട് ബുക്ക് വലിച്ചെറിയുന്ന കണ്ടതോടെ രാഘവൻ നായർ ദേഷ്യപ്പെട്ടു, ഭാമേ നീ എന്താ ഈ കാണിച്ചത്? അപ്പോഴേക്കും പിള്ളാച്ചൻ വേഗം ചെന്ന് ആ ബുക്ക് എടുത്തതും സത്യാമ്മ പറഞ്ഞു, അതെ അനുസരണ വേണം രാഘവേട്ട, അനുസരണ. അത് കേട്ടതും രാഘവൻ നായർക്ക് കാര്യം മനസ്സിലായി. ശ്യാമയെയും പപ്പിയെയും നോക്കി സത്യാമ്മ ദേഷ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയ രാഘവൻ നായർ ശ്യാമ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാക്കി കൊണ്ടുവന്നതാണ് ഇതിന് പിന്നിലുള്ള കാരണമെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. സത്യാമ്മ പറഞ്ഞു, അതെ അനുസരണ ഇല്ലെങ്കിൽ പിന്നെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തായാലും പറയുന്ന വാക്ക് അനുസരിക്കാൻ പഠിക്കണം, അതാണ് ആദ്യം വേണ്ടത് എന്ന് സത്യാമ്മ ദേഷ്യത്തോടെ പറയുമ്പോൾ പപ്പി വേഗം ശ്യാമയോട് ചോദിച്ചു, അമ്മേ നമുക്ക് പോകാം. അപ്പോഴേക്കും ശ്യാമ പപ്പിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ പപ്പി വാ, ഇപ്പോ അച്ഛമ്മ നല്ല മൂഡിലല്ല, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പപ്പിയെ സമാധാനപ്പെടുത്തി ശ്യാമ കൊണ്ടുവന്ന് തുടങ്ങുമ്പോൾ പപ്പി ചോദിച്ചു, അമ്മേ എനിക്ക് സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞത് ശ്യാമ പറഞ്ഞു, അമ്മ പറയാം മോളെ, മോള് വാ എന്ന് പറഞ്ഞ് ശ്യാമ പപ്പിയെ കൂട്ടിക്കൊണ്ട് സമാധാനപ്പെടുത്തി കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോഴേക്കും ഉടനെ രാഘവൻ നായർ പറഞ്ഞു, ശ്യാമേ പപ്പി അവിടെ നിന്നേ, നിങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുക, എവിടെ പോവാ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പേടിയോടെ രാഘവൻ നായരെയും സത്യാമ്മയും നോക്കി അവിടെ നിന്ന്. ഉടനെ രാഘവൻ നായർ സത്യഭാമയോട് പറഞ്ഞു, ഭാമയെ പപ്പിയെ സ്കൂൾ യൂണിഫോം അണിയിച്ച് ബാഗുമായി ശ്യാമ വന്നത് മോളെ സ്കൂളിൽ അയക്കാൻ വേണ്ടിയാണ്. ഒരു പേരിന് സ്കൂളിൽ വിടുന്നില്ല എന്നൊക്കെ പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാതെ അവർക്ക് പഠിക്കാതെ ഈ കാലത്ത് ജീവിക്കാൻ കഴിയുമോ എന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, അതെ വെറുതെ ഒരു പേരിന് പറഞ്ഞതാണെന്ന് ആരാ പറഞ്ഞത്? സ്കൂളിൽ പോകുന്നില്ലെന്ന് പറഞ്ഞത് ശരിയാണോന്ന് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സത്യഭാമ വേഗം തന്റെ മൊബൈൽ ഫോൺ എടുത്തു. ആ സമയത്ത് സത്യഭാമയും സത്യയും പപ്പിയും പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പാളും ടീച്ചറും പരസ്പരം സംസാരിച്ചു. അല്ല എന്ന് പത്മിനിയും സത്യഭാമയും എത്തിയില്ലല്ലോ, എന്തു പറ്റി രണ്ടുപേരും വരാത്തത് എന്ന് അങ്ങനെ ടീച്ചറും പ്രിൻസിപ്പളും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രിൻസിപ്പാളിന്റെ ഫോൺ റിങ് ചെയ്തു. വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്തും ഗുഡ് മോർണിംഗ് സത്യാമ്മേ എന്ന് പറഞ്ഞതും ഹലോ പ്രിൻസിപ്പൾ അല്ലേ എന്ന് സത്യഭാമ ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ ഉടനെ പ്രിൻസിപ്പൾ ചോദിച്ചു, അല്ല പത്മിനി ഇന്ന് വന്നില്ലല്ലോ, ഇന്ന് പത്മിനിയെ വിടുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ തീരുമാനിച്ചില്ല എന്നായി സത്യഭാമയുടെ മറുപടി. ഉടനെ ടീച്ചർ പറഞ്ഞു, എങ്കിൽ കുഴപ്പമില്ല സത്യാമ്മേ,
കുട്ടിയുടെ മെന്റൽ ട്രോമയും ടെൻഷനും അന്നത്തെ ആ ഒരു ബുദ്ധിമുട്ടുമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് 1-2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പതുക്കെ വിട്ടാൽ മതി. ഹാജറിന്റെ കാര്യമൊന്നും ഒരു പ്രശ്നവുമില്ല സത്യാമ്മേ എന്ന് ടീച്ചർ പറയുമ്പോൾ സത്യഭാമ പറഞ്ഞു, ഇനി സ്കൂളിലേക്ക് വിടുന്നില്ലെങ്കിലോ? ആ ചോദ്യം കേട്ടതോടെ പപ്പിയും ശ്യാമയും രോഹിത്തുമെല്ലാം ആകെ ഞെട്ടി. ഉടനെ സത്യഭാമ പറഞ്ഞു, അതെ, അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അന്ന് പപ്പിയെ സ്കൂളിൽ ചേർക്കാൻ വന്നപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, മോൾക്ക് എന്തെങ്കിലും മാനസികമായ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സ്കൂളിൽ നിന്നുണ്ടായാൽ പിന്നെ ഒരു കാടിളകി വരുമെന്നും ഈ സ്കൂളിന്റെ സ്ഥാനത്ത് പിന്നെ അത് ഉണ്ടാവുകയില്ല എന്നും എന്ന സത്യഭാമയുടെ ചോദ്യം കേട്ട് ടീച്ചർ പറഞ്ഞു, അത് പിന്നെ സത്യാമ്മേ, ഞങ്ങളുടെ ഭാഗത്ത് എന്ന് പറഞ്ഞത് തൽക്കാലം സത്യഭാമ അത് ക്ഷമിക്കുകയാണ്. കാരണം തെറ്റ് നിങ്ങളുടേതല്ലോ അക്കാരണത്താൽ. എങ്കിലും എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ എന്ന് പറഞ്ഞതും ടീച്ചർ ചോദിച്ചു, സത്യാമ്മേ എന്താ സത്യാമ്മേ എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, അതെ, കുട്ടിയെ ഇനി ആ സ്കൂളിലേക്ക് വിടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാകണം. എനിക്ക് ഉടനെ തന്നെ ആ സത്യയുടെ ആ പേരന്റിനെ കാണണം. സത്യയുടെ അമ്മയെ എനിക്ക് കാണണം. അവര് എനിക്ക് നേരിട്ട് കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ ഒരു മീറ്റിങ്ങിനായിട്ട് ഞാൻ ഇപ്പൊ തന്നെ അവിടേക്ക് വരികയാണ്. ഞാൻ അവിടെ എത്തുമ്പോൾ ഒന്നെങ്കിൽ ആ സത്യഭാമ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മ അവിടെ ഉണ്ടാകണം, അല്ലെങ്കിൽ പത്തിയുടെ TC റെഡിയാക്കിയിരിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് റെഡി ആയിട്ടുണ്ടാവണം. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിൽ സംസാരിക്കാം. ഞാൻ വരുവാണ് അങ്ങോട്ട് എന്ന് പറഞ്ഞ് ഉടൻ തന്നെ എത്തും എന്ന് സത്യഭാമ പറഞ്ഞ് ഫോൺ വെച്ചു. ഈ സംസാരം കേട്ട് എല്ലാവരും അങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോൾ ശ്യാമയും ആകെ ടെൻഷനിലായി. സത്യയുടെ അമ്മയെ ഉടനെ തന്നെ കാണണമെന്നുള്ള സത്യാമ്മയുടെ ആവശ്യം കൂടി കേട്ടതോടെ ശ്യാമ ആകെ ടെൻഷനിൽ നിൽക്കുമ്പോൾ ടീച്ചറിനെ നോക്കി പ്രിൻസിപ്പൽ പറഞ്ഞു, ടീച്ചറെ, ഇപ്പൊ തന്നെ സത്യാമ്മ ഇവിടേക്ക് വരുമെന്നാ പറഞ്ഞത്. ആ സത്യഭാമയുടെ അമ്മയെ ഉടനെ കാണണമെന്നുമാണ് അവരുടെ ആവശ്യം. അത് കേട്ട് നിൽക്കുന്ന നേരത്ത് സത്യഭാമ ആകെ ദേഷ്യത്തിൽ ഇക്കാര്യം എല്ലാവർക്കും മുന്നിൽ അവതരിപ്പിച്ചു. ഇന്ന് പപ്പി സ്കൂളിലേക്ക് പോകുന്ന തനിച്ചല്ല, പപ്പിയോടൊപ്പം ഞാനും സ്കൂളിലേക്ക് പോവുകയാണ്. ആ സത്യയുടെ അമ്മയെ എനിക്കൊന്ന് കാണണം, നേരിൽ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമ റെഡിയാകാനായി റൂമിലേക്ക് കയറി പോകുന്നു. ശ്യാമ അപ്പോഴേക്കും ആകെ ടെൻഷനിലായി. ദൈവമേ, കുഞ്ഞേച്ചിയെ കണ്ടാൽ എന്താ സംഭവിക്കുക, ഇനി എന്തൊക്കെയാ ഉണ്ടാകാൻ പോകുന്നത് എന്നാലോചിച്ച് ശ്യാമ ആകെ ടെൻഷൻ അടിച്ചേക്കുമ്പോൾ ശാലിനി ഓഫീസിലേക്ക് പോകാനായി റെഡിയാകുന്ന നേരത്ത് ശാലിനിയുടെ ഫോണിലേക്ക് പ്രിൻസിപ്പൾ വിളിച്ചു. ഫോൺ കോള് വരുന്നത് കണ്ട് ശാലിനി കോൾ അറ്റൻഡ് ചെയ്ത് ഗുഡ് മോർണിംഗ് മാഡം എന്ന ശാലിനി വിഷ് ചെയ്യുമ്പോഴേക്കും പ്രിൻസിപ്പൾ പറഞ്ഞു, അങ്ങനെ വെൽക്കം മാഡം, അങ്ങനെ തന്നെ ആവാൻ ഞാനും ആഗ്രഹിക്കുന്നു എന്ന് പ്രിൻസിപ്പൾ അറിയിച്ചതും ശാലിനി ചോദിച്ചു, എന്താ മാഡം? മാഡം, ഇന്ന് നമ്മുടെ സ്കൂളിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ മാഡത്തിന് അറിയാമല്ലോ. സത്യത്തിൽ ഒരു സാധാരണ സ്കൂളിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഇവിടെ നടന്നിരിക്കുന്നത്. ഇത്രയേറെ ഫെസിലിറ്റീസ് ഉള്ള സെക്യൂരിറ്റിയും CCTVയും ഒക്കെ ഉണ്ടായിട്ടും അതെല്ലാം മറികടന്ന് ഒരു 2 കുട്ടികൾ കാട്ടിൽ പോവുകയും ഒരു ദിവസം മുഴുവൻ അവിടെ ആ ഒരു കാട്ടിൽ ചെലവഴിക്കുകയും അതിനുശേഷം തിരികെ എത്തുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തതല്ലേ? ഇതൊക്കെ നമ്മൾ എത്രത്തോളം മറച്ചു വെക്കാൻ ശ്രമിച്ചാലും കുട്ടികൾ വഴി മറ്റ് പേരൻസും വിവരം അറിഞ്ഞിട്ടുണ്ടാകും. പിന്നെ നമ്മൾ സ്കൂളുകാർ തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് ഉടനെ തന്നെ ഒരു PTA കൂടി എല്ലാവർക്കും അതിനെക്കുറിച്ച് ഒരു വിശദീകരണം നൽകിയില്ല എങ്കിൽ അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കും എന്ന് പ്രിൻസിപ്പൾ അറിയിച്ചു. അത് കേട്ടതും ശാലിനി ചോദിച്ചു, മാഡം, എനിക്കൊരല്പം തിരക്കുണ്ട്, എന്താ മാഡം എന്ന് ചോദിച്ചതും, മാഡം ഇപ്പൊ തന്നെ ഞാൻ കാര്യം പറയാം മാഡം, മറ്റൊന്നുമല്ല, ഇപ്പോ സത്യാമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നോ? സത്യാമ്മ ഇപ്പൊ തന്നെ സ്കൂളിലേക്ക് എത്തുമെന്നും സത്യഭാമയുടെ അമ്മയെ സത്യാമ്മയ്ക്ക് നേരിട്ട് കാണണമെന്നും സംസാരിക്കാനുണ്ടെന്നുമാണ് സത്യാമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇല്ല എങ്കിൽ ഇവിടെ നിന്ന് ഈ സ്കൂളിന് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും മാഡത്തിന് അറിയാമല്ലോ. സത്യാമ്മയുടെ പേരക്കുട്ടി ഈ സ്കൂളിൽ നിന്ന് TC വാങ്ങിച്ചു പോയി എന്ന് നാട്ടിൽ അറിഞ്ഞാലുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തും പിന്നെ ഈ സ്കൂളിന്റെ സ്ഥാനത്ത് ഇതുണ്ടാവുകയില്ല എന്നുള്ള സത്യാമ്മയുടെ താക്കീതും. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിന്റെ കൂടി ഇപ്പോഴത്തെ അവസ്ഥ മാഡം ഒന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സത്യാമ്മ ഇവിടെ വരുമ്പോൾ മാഡം, എനിക്കറിയാം മാഡം എന്നോട് പറഞ്ഞിട്ടുള്ളത് മാഡത്തിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി മറ്റ് കുട്ടികളുടെ പേരൻസിന് മുന്നിൽ വെളിപ്പെടുത്താതെ മാഡത്തിന്റെ ആ ഒരു ഐഡന്റിറ്റി പുറത്ത് കാട്ടാതെ തന്നെ മാഡത്തിന് സത്യാമ്മയോടൊന്ന് സംസാരിച്ചൂടെ എന്ന് ശാലിനിയോട് പ്രിൻസിപ്പാൾ ചോദിക്കുന്ന കേട്ടതും ശാലിനി അല്പം നേരത്തേക്ക് ആലോചിച്ചിട്ട് പറഞ്ഞു, ശരി, ഞാൻ വരാം എന്ന് ശാലിനി വാക്ക് നൽകുമ്പോഴേക്കും പ്രിൻസിപ്പൽ ശാലിനിയോട് താങ്ക് യു മാഡം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു.
ശാലിനി ഫോൺ വെച്ചതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത ആശങ്കയോടെ ആ ബെഡിലിരുന്ന് ഇതിനെന്താണ് ഒരു പരിഹാരം, എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ താൻ തരണം ചെയ്യുക എന്ന് ആലോചിച്ചിരിക്കുന്നു.